കൊന്നിച്ചോ മിനസാൻ അങ്ങനെ മുറിയം സൈക്കോപ്പത്തിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് 21-ാം തീയതി ആയിരിക്കും. ഗൈസ്, ഞാനിത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് പോയിട്ട് വരാൻ നേരത്ത് നമ്മൾ വീണ്ടും മൗണ്ട് ഹോസക്ടി റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ആ ഒരു ഫീനിക്സ് ടവറിനാണ് കാണാൻ സാധിക്കുന്നത്. നാറിയൊക്ക അവന്റെ മകളുടെ പ്രായമുള്ള പെണ്ണിനാണ് അവനിപ്പോൾ വിളിച്ചത്. പക്ഷേ എന്താ കുഴപ്പം, പൈസ ഉള്ള സ്ഥിതിക്ക് നമുക്കതൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ആ, വെൽക്കം, അതാരാണെന്നും പറഞ്ഞ് നോക്കിയപ്പോ, അല്ല നീ സോസമല്ലേ? പെട്ടെന്ന് ദേഷ്യപ്പെട്ടുണ്ട് ആ നേരെ മുന്നിലേക്ക് നടന്നു. എന്താടാ ഊമേ നീ ഇവിടെ വന്ന് നിൽക്കുന്നത്? നിനക്ക് എന്ത് വേണം? മര്യാദക്ക് മുന്നിൽ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ... പെട്ടെന്നാണ് അവനെ കിഴിയെടുത്ത് കാണിച്ചു കൊടുത്തത്. ആങ്, അങ്ങനെ വേണ്ട, ആങ്. ആ നേരെ കിഴി തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് സ്വർണ്ണ നാണയങ്ങളാണ്. അത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ കൂറുമാറി. ഓ, അങ്ങനെയല്ല വേണ്ടത്. ഒരു കഞ്ചി ഞാൻ 3ാമത്തെ റൂമിലേക്ക് ചെല്ലി, അവിടേക്ക് ഞാൻ അവളെ എത്രയും പെട്ടെന്ന് അയക്കുന്നതായിരിക്കും. പിന്നെ കാണുന്നത് സോസാമോ ഫീനിക്സ് ടവറിലേക്ക് കയറുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരെ പ്രസന്റിലേക്ക് വന്നു. നമ്മുടെ സോസാമാട്ടെ അതിന്റെ പുറകിൽ കൂടെ പതുക്കെ സ്നീക്ക് ചെയ്ത് ചെന്നു. കണ്ടില്ലേ, മാച്ചില് ആഗ്രഹിക്കുന്ന ആരെയാലും ഉറപ്പായിട്ടും എന്റെ കയ്യിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്നാണ് അവന്റെ കഴുത്തിലേക്ക് ആ തുണി വന്ന് വീണത്. അടുത്ത സെക്കൻഡ് അവൻ ഞെട്ടി. കാര്യം അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനായിട്ട് തുടങ്ങി. അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൻ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ നോക്കുന്നുണ്ടെങ്കിലും, നാളെ ആരാടാ നീ, വിടറ എന്നെ വിടറെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ടെങ്കിലും സോസാമാട്ടെ അവന്റെ കഴുത്ത് ഞെരുക്കി ബാക്കിലേക്ക് വലിച്ചു പിടിച്ചു. പെട്ടെന്ന് സോസാവനെടുത്ത് അവൻ നേരെ ബാക്കിലേക്ക് എറിഞ്ഞു. പക്ഷെ അവൻ വിട്ടില്ല. ആ പിടി അവൻ മുറുക്കി പിടിച്ചു. അവന്റെ ജീവൻ പോകുന്നത് അവൻ ഏകദേശം മനസ്സിലായി തുടങ്ങി. കൈയും കാലിട്ടൊക്കെ അടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ സോസമാട്ടെ ഇതെല്ലാം തന്നെ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുകയാണ്. അവന്റെ ജീവൻ അവന്റെ കയ്യിലിരുന്ന് പോകുന്നത് വളരെ നിസ്സാരമായി തന്നെ അവൻ അവിടെ എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെ അവനെ കൊന്നതിന് ശേഷം കുറച്ചു നേരം അവൻ അവിടെ തന്നെ കിടന്നു. ഇതേ സമയത്ത് ആ ഒരു പെണ്ണ് അവിടെ കിടപ്പുണ്ടായിരുന്നു. സൂസം പതുക്കെ എണീറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു. അല്ല, ഇവളെ ഞാൻ... പക്ഷേ നോക്കിയതിന് ശേഷം പറയും ചെയ്യും, ഇവളൊരു ഹെർബിവോളാണ്. അവൾക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റത്തില്ല, ബാക്കിയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അവൻ മുന്നിലേക്ക് നടന്നു. ഇനി എന്തായാലും കൊള്ളാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഇൻവെൻട്രിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വരുന്നുണ്ട്. ഹാ, ഇഷ്ടപ്പെട്ടു. ഇൻവെൻട്രി എന്നാലും എന്നെ നന്നായിട്ട് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. ഈ സമയത്ത് അവൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഒരാളെ കൊന്നു കഴിയാൻ നേരത്ത് എനിക്ക് എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടുന്നുണ്ട്. എക്സ്പീരിയൻസ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും ലെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ലെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്ട്രോങ്ങറായി മാറും. അതിനർത്ഥം ഞാനിവിടെ എന്തുമാത്രം ഹണ്ട് ചെയ്യുന്നു അത്രത്തോളം സ്ട്രോങ്ങറായി മാറും, അത്രത്തോളം എക്സ്പീരിയൻസ് കിട്ടും, അത്രത്തോളം ഫാസ്റ്ററായി മാറും. ഇത് ഇത് ശരിക്കും രസമാണ്. ഇതെനിക്ക് ഇഷ്ടമായി. ഈ ലോകം എൻ്റെ ലോകമാണ്. ഇത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ തല താഴ്ത്തി നോക്കി. എന്നിട്ട് അവൻ്റെ കൈ ക്യാമറയുടെ രീതി വെച്ചിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ എനിക്കൊരു ക്യാമറ ഇല്ലാത്തത് അത് ശരിക്കും ഒരു നാണക്കേട് തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് അവൻ അതിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. പെട്ടെന്നാണ് അവളോടേക്ക് ഓടി വന്നത്. അല്ല, അവനകത്തുണ്ടോ? ആങ്, നിന്നെ നോക്കി എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുവാണ്. പെട്ടെന്ന് അകത്തേക്കില്ലേ? ആ ഊമ അതിൻ്റെ അകത്തുണ്ട്. അവൻ നിന്റെ കസ്റ്റമറാണ്, അന്നോട് പൈസ തന്നിട്ടുണ്ട്, അതിന് മര്യാദയ്ക്ക് പെരുമാറിക്കണം. ആ, എനിക്ക് മനസ്സിലായി, എന്നോട് ക്ഷമിക്കുക, ഞാനിതാ വരുമെന്ന് പറഞ്ഞ് അവൾ നേരെ അകത്തേക്ക് കയറി. അല്ല, എന്നാലും ആ നാറി ഒരു കൊച്ചിനെ എന്നാ ചെയ്യുമായിരിക്കും? എന്തെങ്കിലും ആട്ടെ. മാച്ചിൽ, നിന്റെ സമയം കഴിഞ്ഞു. മാച്ചിൽ, പുറത്തേക്ക് വാ, നിന്റെ സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൻ ആ ഡോറി കൊട്ടുന്നുണ്ട്. എന്നാൽ ആരും തന്നെ റെസ്പോണ്ട് ചെയ്തില്ല. ഈ നായിന്റെ മകൻ അവൻ എന്നെ ഇഗ്നോർ ചെയ്യുവാണെന്ന് പറഞ്ഞ് മാച്ചിൽ എന്ത് ചെയ്യാടാന്ന് ചോദിച്ചവൻ കാറാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവൾ കിടന്ന് കാറുന്ന ശബ്ദം അവൻ കേട്ടത്. അല്ല, എന്തു പറ്റിയെന്ന് പറഞ്ഞ് അവൻ ആ ഡോർ തുറന്നു നോക്കിയപ്പോൾ അവൾ പേടിച്ച് വിറച്ച് നിലത്ത് ഇരിക്കുകയാണ്. അവൻ നേരെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ച് കളഞ്ഞു. ലിറ്ററലി നിലത്തേക്ക് വീണുപോയി. ഒരു കാല് അവിടെ കിടന്ന് ആടുകയാണ്. മാച്ചിലാട്ടെ അവിടെ കെട്ടിത്തൂങ്ങി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആൻഡ് അങ്ങനെയാണ് ഗൈസ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് നാളെ തന്നെ വരുന്നുണ്ട്.